ചോദ്യങ്ങൾ സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ട്. ആ 7 ചോദ്യങ്ങൾക്കുള്ള മറുപടി ഉടനെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 7 ചോദ്യങ്ങൾ ഇതാണ്. അതായത് 1, ഭരണഘടനയുടെ 25-ാം അനുച്ഛേദത്തിന് കീഴിൽ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൻ്റെ സാധ്യതയും പരിധിയും എന്താണ്? 2, ഭരണഘടനയുടെ 25-ാം അനുച്ഛേദ പ്രകാരമുള്ള വ്യക്തികളുടെ അവകാശത്തിനും 26-ാം അനുച്ഛേദ പ്രകാരം പ്രത്യേക വിശ്വാസി സമൂഹത്തിൻ്റെ അവകാശത്തിനും ഇടയിലുള്ള പരസ്പര ബന്ധം എന്താണ്? ആവിഷ്കാര സ്വാതന്ത്ര്യം തുടങ്ങിയ സാധനങ്ങളാണ് ഈ 25-ാം ഭരണഘടനയുടെ 25-ാം വകുപ്പ്. പ്രത്യേക വിശ്വാസി സമൂഹത്തിന് ചില പ്രത്യേക അവകാശങ്ങളുണ്ട്. പക്ഷെ ശബരിമല അയ്യപ്പനെ സംബന്ധിച്ച് പ്രത്യേക വിശ്വാസി സമൂഹം ഇല്ല എന്നായിരുന്നു അന്നത്തെ വിധി. 3, ഭരണഘടനയുടെ 26-ാം അനുച്ഛേദ പ്രകാരം വിശ്വാസി സമൂഹത്തിൻ്റെ അവകാശങ്ങൾ പൊതുക്രമം, ധാർമ്മികത, ആരോഗ്യം എന്നിവയ്ക്ക് പുറമെ ഭരണഘടനയുടെ 3-ാം പാർട്ടിലെ മറ്റു വകുപ്പുകൾക്ക് വിധേയമാണോ? 4, ഭരണഘടനയിലെ 25, 26 അനുച്ഛേദത്തിന് കീഴിലെ ധാർമ്മികത എന്ന വാക്കിൻ്റെ സാധ്യതയും പരിധിയും എന്താണ്? അതിൽ ഭരണഘടനാ ധാർമ്മികതയും ഉൾപ്പെടുമോ? 5, ഭരണഘടനയുടെ 25-ാം അനുച്ഛേദ പ്രകാരമുള്ള മതാചാരങ്ങൾ കോടതിക്ക് എത്രമാത്രം പരിശോധിക്കാം? 6, ഭരണഘടനയുടെ 25(2)(b)യിൽ പറയുന്ന ഹിന്ദുക്കളിലെ വിഭാഗങ്ങൾ എന്നതിൻ്റെ അർത്ഥം എന്താണ്? 7, വിശ്വാസി സമൂഹത്തിൻ്റെ മതാചാരങ്ങൾ അതിനു പുറത്തുള്ളവർ പൊതു താൽപര്യ ഹർജിയിലൂടെ ചോദ്യം ചെയ്യുന്നത് എത്രത്തോളം അംഗീകരിക്കാം? ഈ 7 ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാനാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ന ദിവസത്തിനകം. അതല്ലാതെ സ്ത്രീ പ്രവേശനം എന്ന് പറഞ്ഞൊരു കാര്യത്തിൽ കേരളം കൊണ്ടുപോയി പുതിയ സത്യവാങ്മൂലം കൊടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവോ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയോ വേറെ ആരെങ്കിലും വിവരദോഷികളോ പറഞ്ഞാൽ അതിന് അർത്ഥമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.